ഏപ്രിൽ 7 മുതൽ 13 വരെ പാർക്കിൻസൺസ് ബോധവൽക്കരണ വാരാചരണമാണ്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 80 ലക്ഷം പാർക്കിൻസൺസ് രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ ആകെ പാർക്കിൻസൺസ് രോഗികളിൽ 10% ഇന്ത്യയിലാണെന്ന് സാരം. രോഗികൾക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമുള്ള ഒരു രോഗം കൂടിയാണ് ഇത്. എന്താണ് പാർക്കിൻസൺസ് രോഗം എന്ന് നോക്കാം. തലച്ചോറിലെ സബ്സ്റ്റൻഷ്യ നിഗ്ര എന്ന ഭാഗത്തെ നാഡീകോശങ്ങളുടെ അപചയം കാരണം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസപദാർത്ഥത്തിൽ കുറവ് വരുന്നത് കാരണമുണ്ടാകുന്ന അസുഖമാണ് പാർക്കിൻസൺസ് രോഗം. നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തിനാണ് ഡോപ്പമിൻ ആവശ്യമായി വരിക. ഡോപ്പമിന്റെ കുറവ് കാരണമുണ്ടാകുന്ന ഈ രോഗം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ രോഗത്തിന്റെ കാരണം വ്യക്തമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനിതകമായി ഈ രോഗം വരാൻ സാധ്യതയുള്ളവരിൽ പരിസ്ഥിതി മലിനീകരണമോ ചില കീടനാശിനികളുടെ ഉപയോഗം കാരണമോ ഒക്കെ രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം.